നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ആണ് കേട്ടോ. 14 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്ന് വയലിൽ കുഴിച്ചുമൂടി. ഹെഡ്ലൈൻ ആണ്, ശ്രദ്ധിച്ചോളണം. 14 മാസം പ്രായം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു വയസ്സ് 2 മാസം കൊച്ചിനെയാണ്. ഇവിടെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ അടുത്താണ്, നമ്മുടെ ഇന്ത്യക്കകത്താണ്. എന്നിട്ട് പോലും ആരും പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് സംസാരിച്ചോ നമ്മൾ കണ്ടില്ല. അത് കുഞ്ഞായത് കൊണ്ടായിരിക്കാം, ആയിരിക്കാം 14 മാസം പ്രായമുള്ള കുഞ്ഞ്. ഇപ്പൊ ഞാൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്ത്? ഒന്ന്, കുഞ്ഞിട്ടുന്ന ഡ്രസ്സാണോ ഈ എന്താ പറയാൻ വേണ്ടിട്ട് ഈ റേപ്പിന് വന്നിട്ട് കാരണമായത്? എന്ത് പറഞ്ഞാലും തുണികളെ കുറിച്ചുള്ള ആക്ഷേപം, അല്ലെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ നീ അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് എന്നൊരു സ്ത്രീയെ വന്നിട്ട് അടിച്ചാക്ഷേപിച്ച് എന്തു പറയാൻ വേണ്ടിട്ട് എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാമോ അത്രത്തോളം ഇൻസൾട്ട് ചെയ്ത് അങ്ങനെയുള്ള ഒരു കാലത്തിലാണ് 14 മാസം എടുത്തിട്ട് ഞമ്മളെ 14 മാസമേ ഉള്ളൂ. ആ കൊച്ച് എന്ത് ചെയ്തിട്ടാണ് അതിനെ റേപ്പ് ചെയ്ത് കൊന്ന് കുഴിച്ചുമൂടി? ആളെ പോലീസ് പിടിച്ചു. ഓക്കെ, ആളെ പോലീസ് പിടിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് സംഭവം ഇങ്ങനെയാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആള് കൊച്ചിനെ വാങ്ങിച്ചു. 3 മണിക്കൂറായിട്ടും കുഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നില്ല. വീട്ടിൽ വരാത്തതുകൊണ്ട് അമ്മ തെരച്ചിൽ തുടങ്ങി. കുഞ്ഞിനെ കിട്ടിയില്ല. അവസാനം നാട്ടുകാരെല്ലാരും കൂടി തെരഞ്ഞ് പോലീസിന് കംപ്ലൈന്റ് ആയി. അവസാനം വന്ന് നിന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊന്ന് വയലില് കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം പോലീസ് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ ഒരു പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചു എന്തിന്? ജയിലിൽ കൊണ്ടിട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ബോഡിയൊക്കെ ആയിട്ട് വെളിയിലോട്ട് പറഞ്ഞു വിടും. മാക്സിമം എന്ത് പറയാൻ വേണ്ടിട്ട് ഒരു 10-12 അല്ലെങ്കിൽ ഒരു 20 വർഷം ഓക്കെ കിട്ടുമായിരിക്കും. എന്നാലും പോയ ജീവൻ തിരിച്ചു വരുമോ? ഒരിക്കലും ഇല്ല. ആ ജീവൻ വന്നിട്ട് അമ്മയ്ക്കും അച്ഛനും കുഞ്ഞില്ല. ഒന്ന്. രണ്ടാമത് വളർന്നു വന്ന് നാളത്തെ IAS IPS കളക്ടറോ ഡോക്ടറോ എഞ്ചിനീയറോ എന്തേലും ആവാനുള്ള ഒരു കുഞ്ഞിനെയാണ് കൊന്നത്. എന്നിട്ട് നമ്മുടെ ശിക്ഷ എന്ത് ശിക്ഷയാണ് കിട്ടാൻ വേണ്ടി പോണത്? കുഞ്ഞ് മരിച്ചു, വീട്ടുകാർക്ക് കുഞ്ഞില്ല. ഓക്കെ, എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. കൊണ്ടുപോയിട്ട് നല്ല നമ്മുടെ സുഖവാസ കേന്ദ്രത്തിനെ പോലെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് നല്ല ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ പോലെ വെളിയിൽ വരും. ഇപ്പൊ നഷ്ടപ്പെട്ടത് വന്ന് ഈ അമ്മയ്ക്കും അച്ഛനും വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ ആ കൊച്ചിന്റെ തുണിയിലല്ല പ്രശ്നം, ആ കൊച്ചിന്റെ നടത്തയിലല്ല പ്രശ്നം, ആ കൊച്ചിന്റെ ഒന്നിനും അല്ല പ്രശ്നം നിങ്ങളെ കണ്ണിലാണ്. മനസ്സിലായ? നിങ്ങളുടെ കണ്ണിലാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ശിക്ഷാരീതി ശരിക്കും മാറിയാലേ വല്ലതും നടക്കുള്ളൂ. നമ്മുടെ ഇന്ത്യക്കകത്ത് വേറെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യ